വളരെ ചെറിയ ബഡ്ജറ്റിലൊരു പടം, സ്മോൾ ഫിലിം. അതായത് അന്നത്തെ മാതിരി കോമ്പാക്ട് ഫിലിം വെച്ചാൽ 3-4 ഹോൾസ്, അതേപോലെ പെർഫെക്ഷൻ അല്ല, 4 ഹോളിലാണ് സാധാരണ, ഇത് 3 ഹോളാണ്. അത് ആക്ച്വലി അത് എനിക്ക് എൻ്റെ അറിവിൽ ആ ഫോർമാറ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാലു മഹേന്ദ്രയാണ്. പുള്ളി ഇങ്ങനെയാണ്, അതായത് മേലെയും താഴെയും മാസ്ക് ആയിട്ട് ചെറുതായിട്ട് സിനിമാസ്കോപ്പ് പോലെ ഉണ്ടാവും, സ്മോൾ ഫിലിം. കാരണം നല്ല ക്യൂട്ടായിരിക്കും. അതുപോലെ ക്യൂട്ടായിട്ടുള്ള ചെറിയ കൊച്ചു പടം എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് ദാരിദ്ര്യമൊന്നുമില്ല, രാമചന്ദ്രൻ തന്നെയാണ്, പക്ഷേ നന്നായിട്ട് രസമായിട്ടുള്ള നല്ല ചിലവായ പടമാണത്. സെറ്റിനായാലും ബാക്കി പ്രൊഡക്ഷൻസായാലും ഭയങ്കര ലാവിഷായിരുന്നു അത്. പക്ഷേ ആർട്ടിസ്റ്റൊന്നുമില്ല, അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, ചിലവ് ചുരുക്കിയെടുത്ത പടമല്ല, ചിലവ് നന്നായിട്ട് ചിലവാക്കിയിട്ട് ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് എടുത്ത പടമാണ്. അതായത് ഇണ, അത് ഒരു ആ സബ്ജക്റ്റ് നല്ല പാട്ടുകളിങ്ങനെ പലതും ഇതായപ്പോൾ, അപ്പോൾ ഒരു പാട്ട് കുറേ ശരിയായിട്ട് ഇതാകുന്നില്ല, എട്ടീമറാണ് മ്യൂസിക്. അപ്പോൾ ഞാനിങ്ങനെ പറ്റി പലതും, അപ്പം ഞാനത് വേറെ ആളെ നമ്മുടെ സാക്ഷാൽ ഇളയരാജൻ്റെ ഒരു പാട്ടെടുത്തിട്ട് മാറ്റി, കുറച്ച് അവിടെ എടുക്കുക ചെറുതാക്കി മാറ്റി. അതാണ് വെള്ളിച്ചില്ലം. എനിക്ക് തോന്നുന്നു കൃഷ്ണചന്ദ്രൻ ആദ്യമായിട്ടൊരു നല്ല സിംഗർ എന്നുള്ളതിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ് ചെയ്യ പാട്ടാണ്. സിനിമാ രംഗത്ത് എനിക്ക് 2 ഗുരുക്കന്മാരാണ്. എന്നെ അഭിനയത്തിലൂടെ എന്നെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്ന ശ്രീ ഭരതനും, എനിക്ക് ആദ്യമായിട്ട് ചലച്ചിത്രഗാനം പാടാനുള്ള അവസരം ഉണ്ടാക്കി തന്ന IV ശശിയും. അപ്പോൾ ശശിയേട്ടൻ എന്നുള്ള ആളില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗായകനായിട്ട് രംഗത്ത് വരുമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കോഴിക്കോട് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ പാടുന്നത് കേട്ടിട്ട് ശ്രീ ശശിയേട്ടൻ എനിക്കൊരു ഉറപ്പ് തരുമായിരുന്നു, അടുത്ത ഒരു സിനിമയിൽ നീ എല്ലാ ഗാനങ്ങളും പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാനതൊരു എല്ലാ സിനിമക്കാരും പറയുന്ന ഒരു വാചകമായിട്ടേ വിചാരിച്ചുള്ളൂ ആദ്യം. പക്ഷേ ശശിയേട്ടൻ ആ വാക്ക് പാലിച്ചു എന്നുള്ളതാണ്. ഇണ എന്നുള്ള സിനിമയിലെ 3 ഗാനങ്ങളും 3 ഗാനത്തിൽ പാടാനുള്ള 4 ഗാനങ്ങളാണ് ആ ചിത്രത്തിലുള്ളത്, എങ്കിലും 3 ഗാനങ്ങളും പാടാനുള്ളൊരു അവസരം എനിക്ക് തരുമായിരുന്നു. അത് പ്രത്യേകിച്ചും ഒരു പുതിയ നായകനും കൂടി ആയിരുന്നുകൊണ്ടായിരിക്കാം, ഒരു വലിയ ഹീറോസിന് വേണ്ടിയിട്ട്, വലിയൊരു നായകന്, പ്രായമുള്ളൊരു നായകന് വേണ്ടിയിട്ടല്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം എൻ്റെ ശബ്ദവും അന്ന് വളരെ ചെറിയൊരു ശബ്ദമായിരുന്നു, എനിക്കന്ന് 21 വയസ്സോ മറ്റേ ഉള്ളൂ അത് പാടുന്ന സമയത്ത്. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ട്യൂമറിൻ്റെ വീട്ടിൽ ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നതും ബിച്ചുവേട്ടൻ എനിക്ക് ഈ പാട്ട് എനിക്കിങ്ങനെ പഠിപ്പിച്ചു തരുന്നതും. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ റെക്കോർഡിങ്, നേരത്തെ പോയി പാട്ട് പഠിച്ചു. അപ്പോൾ ഈ റെക്കോർഡിങ്ങിനെ പറ്റിയിട്ട് ആലോചിച്ച് റെക്കോർഡിങ്ങിൻ്റെ അന്ന് രാവിലെ എണീറ്റപ്പോഴേക്കും എനിക്ക് 103 ഡിഗ്രി പനിയായിരുന്നു, പേടിച്ച് ആകെ നാശമായി. അതിപ്പോഴും പണ്ടത്തെ കാലത്ത് LP റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ റെക്കോർഡിങ്ങിന് ഈ പുതിയ ഗായകരൊക്കെ പാടുമ്പോൾ അവരൊരു ഫോട്ടോ വന്നെടുക്കും, HMV എന്നൊക്കെ. അപ്പോൾ ഈ റെക്കോർഡിൻ്റെ പിന്നിൽ അന്ന് ഞാൻ പാടുന്നൊരു ഫോട്ടോ, ഈ റെക്കോർഡ് ഇപ്പോഴും പലരുടെയും കയ്യിലുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതിലിങ്ങനെ ഞാനിങ്ങനെ ഹെഡ്ഫോൺ ഇട്ടിട്ട് പാടുന്നതായിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ എനിക്ക് പനിയായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആകെ ഇങ്ങനെ തളർന്ന് പേടിച്ച് വരണ്ട് ഞാൻ നിന്ന് പാടിയ ഒരു ഗാനമാണ്. ഒരു 2-3 ടേക്ക് വിത്ത് ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നല്ലോ, അന്നൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയില്ലല്ലോ, വോയിസ് മാത്രം എടുക്കുന്നത്. അപ്പോൾ ഭരണി സ്റ്റുഡിയോയിൽ, നമുക്ക് എല്ലാവർക്കും വളരെ എല്ലാ സിനിമകളിലൂടെയും വളരെ സാധാരണക്കാർക്കൊക്കെ അറിയുന്ന ഭരണി സ്റ്റുഡിയോയിൽ കണ്ണൻ എന്ന് പറയുന്ന മഹാനായ റെക്കോർഡിസ്റ്റാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. ചിറകുള്ള മിഴികൾ നനയുന്ന പൂവുകൾ മനസ്സിൻ്റെ ഓരം ഒരു മലയടിവാരം അവിടൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം
പ്രാണസംഗമം